തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നു. ചൊവ്വാഴ്ച അപകടസ്ഥലവും ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ കമ്മീഷൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കും. ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ട ടേംസ് ഓഫ് റഫറൻസ് സർക്കാർ ഇതിനകം കൈമാറുമെന്നാണ് പ്രതീക്ഷ. ഉച്ചയോടെ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അപകടസ്ഥലവും കമ്മീഷൻ നേരിട്ട് സന്ദർശിക്കും. വെടിക്കെട്ട് നിരോധിക്കാനല്ല, അപകടരഹിതമായി ആഘോഷം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അതിന് നിലവിലെ പാറ്റേൺ മാറ്റിയാൽ മതിയാകുമെന്നും സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടോ? കമ്മീഷന്റെ റെക്കമെൻഡേഷനുകളെ അതിനെക്കുറിച്ച് എനിക്ക് ടേംസ് ഓഫ് റെഫറൻസ് വന്നാലേ അറിയാവുള്ളൂ. വെടിക്കെട്ട് അമ്പലങ്ങളിൽ ആവശ്യമാണോ, അല്ലെങ്കിൽ വെടിക്കെട്ട് അനുവദിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള വെടിക്കെട്ട് അനുവദിക്കണം, അതിനെക്കുറിച്ചൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഏതാണേലും വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. 6 മാസമെങ്കിലും സമയമെടുത്ത് മാത്രമേ അന്വേഷണം പൂർത്തിയാകൂ എന്നും പുറ്റിങ്ങൽ റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പോലീസിന്റെ മഹസറടക്കം പരിശോധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ അപകടകാരണം വ്യക്തമാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. We formed a special investigation team under the ACP Netrathil with the direct supervision of the Commissioner of Police Thrissur. They are investigating things properly there. Now our initial thing was the rescue and rehabilitation. Now we are almost getting a clarity about it, how it happened. Hopefully in another week or time we'll be able to finalize the investigation. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.